അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. ഹെൽത്തിയാണ്. പാലൊക്കെ എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട്, ക്യാരറ്റ്. ഫസ്റ്റ് പാലക്ക് നല്ലോണം കഴുകി ഇതാക്കി ജ്യൂസിൽ അടിച്ച് മിക്സറിലിട്ട് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് മൂന്ന് പരുവത്തിൽ അരച്ചിട്ട് വേറെ വേറെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വേറെ വേറെ പോലെ ഇതുകൊണ്ട് ഒരു മാവ് കുഴച്ചെടുക്കണം. അതിന് കുറച്ച് ഗോതമ്പും കുറച്ച് റവ എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇത് പരുവത്തിൽ വേറെ വേറെ പരുവത്തിൽ ഞാനതിനെ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അതന്നെ റവ സൂചി പിന്നെ ഗോതമ്പപ്പൊടി. അപ്പോൾ ക്യാരറ്റ് വേറെ, ബീട്രൂട്ട് വേറെ, പാലക്ക് വേറെ. അതിന് 3 പരുവത്തിൽ ഞാൻ കുഴച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ട്. മാവിൻ്റെ നല്ലോണം കാണാൻ നല്ല രസമില്ലേ, നല്ലുണ്ട്, ഹെൽത്തിയൊക്കെ. അപ്പോൾ 3 പരുവത്തിൽ ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തി വെച്ച് ക്യാരറ്റ് വേറെ ബീട്രൂട്ട് വേറെ പിന്നെ ഇതുപോലെ അട്ടി വെച്ച് മൂന്നിനെയും ഇതുപോലെ അട്ടി വെച്ചിട്ട് ഇനി റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് കട്ട് ചെയ്യണം. ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടപ്പോൾ നോക്ക് എന്ത് നല്ലുണ്ട് കാണാൻ. കുട്ടികൾ എന്തായാലും കഴിക്കും. ഇത് ഹെൽത്തി ആക്കും. ക്യാരറ്റ്, പാലക്ക്, ബീട്രൂട്ട് അതെല്ലാം അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇത് വേറെ വേറെ ടൈപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി. എന്ത് കാണാൻ നല്ല രസമില്ലേ, കഴിക്കാനും നല്ല ഉള്ളത്. നല്ല ഇതിൻ്റെ ചന്തം കണ്ടിട്ട് എന്തായാലും കഴിക്കും. അതൊക്കെ കണ്ട ഈ ഷേപ്പിൽ പിന്നെ കണ്ട ഇത് കളറായിട്ട് നല്ല കാണാൻ നല്ല പാങ്ങില്ലേ, നല്ലുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് കൊടുക്കും, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയും നോക്കും, എല്ലാം നല്ലുണ്ട്. നോക്കി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം. ഇത് ഞാൻ വേറെ ഫസ്റ്റ് ഞാൻ അങ്ങനെ ആക്കി, പിന്നെ വേറെ തരത്തിൽ ഞാൻ ചെയ്ത്. എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ബൈ.